സംസ്ഥാനത്ത് അർബൻ നക്സലുകളെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി പോലീസ് മേധാവി. മലപ്പുറം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉന്നതതല യോഗത്തിലാണ് പോലീസ് മേധാവിയുടെ ഈ നിർദ്ദേശം. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം DGP നൽകിയിരിക്കുന്നു. അർബൻ നക്സലുകളെ സൂക്ഷിക്കണമെന്നുള്ളതാണ് DGPയുടെ മുന്നറിയിപ്പ്. അതെന്തായാലും ഇൻ്റലിജൻസിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സംസ്ഥാനത്തെ പോലീസ് മേധാവി ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. പ്രത്യേകിച്ചും മലപ്പുറം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലാണ് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം അദ്ദേഹം നൽകുന്നത്. ഉന്നതതല യോഗത്തിൽ പോലീസ് മേധാവി ഈ നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയെന്നുള്ളതാണ്. അർബൻ നക്സലുകളുടെ വലിയ ഭീഷണി തന്നെ സംസ്ഥാനം നേരിടുന്നു. അത് പ്രധാനമായും 2 ജില്ലകളാണ്, മലപ്പുറവും പാലക്കാടും. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസാണ് ചേരുന്നത്. ടിൻഡു, DGP വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം പോലീസ് മേധാവികൾക്ക് നൽകുന്നു. അത് അർബൻ നക്സലുകളെ സംബന്ധിച്ചാണ്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ അർബൻ നക്സലുകളുടെ സജീവ സാന്നിധ്യം കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. കൃത്യമായ നിർദ്ദേശം പോലീസ് മേധാവികൾക്ക് അദ്ദേഹം ഉന്നതതല യോഗത്തിൽ നൽകിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ടിൻഡു ദാസ്. വിനോദ, നഗരപരിധിയിലെ മാവോവാദി പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയത്. പ്രത്യേകിച്ചും പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ പ്രത്യേക നിരീക്ഷണം നടത്തണം. പോലീസിന്റെ ഉന്നതതല അവലോകന യോഗത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. നമുക്കറിയാം, സമീപകാലങ്ങളിലായി ഈ മാവോവാദി പ്രവർത്തനങ്ങൾ നഗരപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് നടക്കുന്നതായും അത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും മാവോവാദികളെ അറസ്റ്റ് ചെയ്തതുമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ പ്രത്യേക പരിഗണന നടത്തിക്കൊണ്ട് നിരീക്ഷണം ശക്തമാക്കണമെന്ന യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയത്. അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങളും ഈ യോഗത്തിൽ നിർദ്ദേശങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. ചില നഗരങ്ങളിൽ ഗുണ്ടാ മാഫിയ ശക്തിപ്പെടുന്നു. അതുപോലെ തന്നെ ബന്ധുക്കൾ തമ്മിലുള്ള തർക്കം കൊലപാതകങ്ങളിലേക്ക് എത്തുന്നതും കൂടുന്നു. അതോടൊപ്പം തന്നെ കൂട്ട ആത്മഹത്യ വർദ്ധിക്കുന്നു. ഈ ബന്ധുക്കൾ തമ്മിലുള്ള തർക്കം കൊലപാതകത്തിലേക്ക് നീങ്ങുന്നതും കൂട്ട ആത്മഹത്യ നടക്കുന്നതും അത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അന്വേഷണം നടത്തിക്കൊണ്ട് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാത്ത പക്ഷം പിന്നീടുള്ള കാലയളവിൽ അത് തെളിവുകൾ തേഞ്ഞുമാഞ്ഞു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരും. പിന്നീട് ആ കേസുകൾ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരും. അതോടൊപ്പം തന്നെ ഈ ഗുണ്ടകളുടെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ ടീമുകളിലെ ഗുണ്ടാ സംഘങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു പ്രവണത കാണുന്നുണ്ട്. ഈ ഗുണ്ടാ സംഘങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ പ്രധാനമായിട്ട് പോലീസുകാരുടെ സഹായം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പോലീസുകാരുടെ സഹായം വരുന്ന ഘട്ടങ്ങളിൽ അത് മുളയിൽ തന്നെ നുള്ളിക്കൊണ്ട് ആ ഒരു പ്രവണത ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ കാപ്പ നിയമപ്രകാരം ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകണം. മതസ്പർദ്ധ വരുത്തുന്ന രീതിയിൽ, മതസൗഹാർദ്ദം ഇല്ലാതാക്കുന്ന രീതിയിൽ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുകയാണെങ്കിൽ അതിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ഉയർന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മാവോവാദി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചും പാലക്കാട്, മലപ്പുറം ജില്ലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം ശക്തിപ്പെടുത്തണമെന്നും ഒരു നിർദ്ദേശം ഉയർന്നിട്ടുണ്ട്. വിനോദ്, വളരെ വ്യക്തമാണ്. സംസ്ഥാനത്ത് അർബൻ നക്സലുകളുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിൽ DGP റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് അർബൻ നക്സലുകളുടെ സാന്നിധ്യം. അതേപോലെ തന്നെ ഗുണ്ട വിളയാട്ടവും സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു. ഇതിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് DGP ഉന്നതതല യോഗത്തിൽ നൽകിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ്.